നമസ്കാരം, ഞാൻ സാബു ജോസഫ്. സ്ട്രീറ്റ് ലൈൻ ന്യൂസിൻ്റെ മറ്റെപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. 12 വർഷത്തോളമായിട്ട് അലർജി, അതായത് ശരീരത്തിൻ്റെ പുറം ഭാഗത്ത് നട്ടലിൻ്റെ മുകളിലേക്ക് ബാക്ക് സൈഡിൽ ഒരുപാട് ചൊറിച്ചിൽ അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന, അതായത് പല ചികിത്സകൾ ചെയ്തിട്ടും അത് മാറ്റം വരാതെ വളരെയധികം വിഷമിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയുടെ അനുഭവം. അതോടൊപ്പം തന്നെ അയാൾക്ക് സാധാരണ വീട്ടുജോലികൾ പോലും ചെയ്യാൻ പറ്റാതിരുന്ന അവസ്ഥ, കാലുകളിലേക്കും മുട്ടുകളിലേക്കും ഇറങ്ങുന്ന റേഡിയേറ്റ് ചെയ്യുന്ന വലിയ പെയിൻ, ഇതുപോലെ പിന്നെ നടുവേദന, ഇതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഒരു ജോലിയും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വിഷമിച്ചിരുന്ന ഒരു ലേഡിയുടെ അനുഭവം, മേരി എന്ന ലേഡിയുടെ അനുഭവമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അവരുടെ വാക്കുകളിലൂടെ തന്നെ നമുക്ക് നേരിട്ട് ആ അനുഭവം എന്തൊക്കെയായിരുന്നു എന്ന് കേൾക്കാം. എൻ്റെ പേര് മേരി വർഗീസ്. ഞാൻ മൂക്കന്നൂർ താമസിക്കുന്നു. ഇവിടെ വരുമ്പോൾ, ഈ ക്ലിനിക്കിൽ വരുമ്പോൾ എന്തായിരുന്നു അനുഭവിച്ചുകൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകൾ? എന്തൊക്കെയായിരുന്നു? ചൊറിച്ചിൽ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പുറത്ത് ചൊറിച്ചിൽ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അത് എത്ര നാളായിട്ടുണ്ടായിരുന്നു? 10-12 വർഷത്തോളം ആയിട്ടുണ്ടായിരുന്നു. ഇപ്പം കൂടുതലായിട്ട് വന്നപ്പോഴാണ് ഞാൻ ഇവിടെ വന്നത്. 12 വർഷത്തോളമായിട്ട് ഈ പുറത്ത് ചൊറിച്ചിൽ അനുഭവപ്പെടുന്നുണ്ട്. അലർജി പോലെയായിരുന്നു അല്ലേ? പിന്നെന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? പിന്നെ കൈ കൊണ്ട് മുറ്റം അടിക്കുക, റൂം അടിക്കുക, അങ്ങനെ തുടയ്ക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വേദന. കാലിൻ്റെ ഇങ്ങനെ ഏട് തുടങ്ങി മുട്ട് വരെ ഭയങ്കരമായ മുറിഞ്ഞു പോകുന്ന മാതിരിയുള്ള വേദന. അത് ആരംഭിച്ചിട്ട് ആദ്യമേ ഇത്രയും വേദന ഇല്ലായിരുന്നു. പക്ഷേ ഓരോ വർഷം ചെല്ലും തോറും കൂടി വന്ന് 2 പ്രാവശ്യം ആയുർവേദത്തിൽ പോയി തിരുമ്മലും കാര്യങ്ങളും നടത്തി, എന്നിട്ടും കുറഞ്ഞില്ല. യാതൊരു മാറ്റവും ഉണ്ടായില്ല. ആയുർവേദ ട്രീറ്റ്മെന്റിൽ യാതൊരു വ്യത്യാസവും വന്നില്ല. പിന്നെ അങ്ങനെ ജോലി ചെയ്യുമ്പോൾ, കൈകൊണ്ട് എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് ഈ വേദന ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതായത് വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുമ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് അനുഭവപ്പെടും. കൂടുതലായിട്ടും മുറ്റം അടിക്കുക, മുറി അടിച്ച് തുടയ്ക്കുക, അങ്ങനെയുള്ള പണികൾ ചെയ്യുമ്പോഴാണ്. വീട്ടിലെ സാധാരണ ജോലികൾ പോലും ചെയ്യുമ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അത് കുറേ നേരം കഴിയുമ്പോൾ അങ്ങ് മാറും. പിന്നെ റെസ്റ്റ് എടുത്ത് കഴിയുമ്പോൾ, റെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ മാറുള്ളൂ, അല്ലാതെ അല്ലെങ്കിൽ കാലങ്ങ് മുറിഞ്ഞു പോകുന്ന മാതിരി. ആദ്യം ഒരു വലത്ത് കാലിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ 2 കാലിനും അനുഭവപ്പെടാൻ തുടങ്ങി. അപ്പൊ ഇതിന് മറ്റു ട്രീറ്റ്മെന്റുകൾ ചെയ്തിട്ടും യാതൊരു മാറ്റവും ഇല്ല. ഇത്രയും വർഷങ്ങളായിട്ട് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടായിരുന്നു. കൂടുതലായിട്ട് ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ടാണ് കൂടിയ അവസ്ഥയിലായത്. അല്ലെങ്കിൽ ഞാൻ ഈ മുറിവെണ്ണ പോലത്തെ എണ്ണയൊക്കെ പറ്റി ചൂട് പിടിച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും, പൊക്കെ തേച്ച് കുളിക്കുമ്പോൾ അങ്ങ് കുറയുമായിരുന്നു. അപ്പോൾ ഈ മുക്കനുള്ള നമ്മുടെ ഈ ക്ലിനിക്കിൽ വരുവാനായിട്ട് എന്തായിരുന്നു കാരണം? അതെൻ്റെ ഒരു കൂട്ടുകാരി കാലുവേദനയായിട്ട് ഇവിടെ വന്നു. ആ വേദന കുറഞ്ഞു കഴിഞ്ഞപ്പം അവര് പറഞ്ഞു തന്നെ, ഇവിടെ ചികിത്സിച്ച മറ്റൊരാളുടെ അനുഭവം പറഞ്ഞു കേട്ടിട്ടാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട്? ഇവിടെ വന്നിട്ട് ഇപ്പം ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പം മുറ്റടിക്കുകയൊക്കെ ചെയ്താലും കാലിന്റെ വേദന കംപ്ലീറ്റ് ആയിട്ട് മാറി. അതുകൊണ്ടാകുന്നില്ല, മാറി. വേദന അനുഭവിച്ചിരുന്ന വേദന പൂർണ്ണമായിട്ടും മാറി. ചൊറിച്ചിലും മാറി, പൂർണ്ണമായിട്ട് മാറി. ഇപ്പോ വീട്ടിലെ സാധാരണ മുൻപ് ചെയ്തുകൊണ്ടിരുന്ന പോലുള്ള ജോലികൾ എടുക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഇപ്പം അങ്ങനെയാണോ? ആ കാലുവേദന വരുന്നില്ല. ഇവിടെ വന്നിട്ട് ഈ ചികിത്സ എങ്ങനെയാണ് അനുഭവപ്പെട്ടത്? ഇപ്പൊ പൂർണ്ണമായിട്ട് രോഗങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകൾ മാറി എന്ന് പറഞ്ഞു. ഇവിടെ എങ്ങനെ ചികിത്സയ്ക്ക് വലിയ ചെലവായിട്ട് തോന്നിയിരുന്നു? ഇല്ല, ചെലവ് കൂടുതലായിട്ടൊന്നുമില്ല. ഉള്ളിലൊന്നും കഴിക്കുന്നില്ല. വേറെ മരുന്നുകൾ ഒന്നും അകത്തേക്ക് കഴിക്കുന്നില്ല. ഓക്കെ. അപ്പൊ അക്യുപഞ്ചർ ട്രീറ്റ്മെന്റ് കൊണ്ടാണ് പൂർണ്ണമായിട്ടും ഇത് വ്യത്യാസം മാറിയത് അല്ലേ? ഇപ്പൊ മാറി ഒട്ടുമില്ല. ഏത് സാധാരണക്കാരനും താങ്ങാവുന്ന ചുരുങ്ങിയ ചെലവാണോ ഇവിടെ, അതോ ചെലവ് കൂടുതലാണോ? ഇല്ല, സാധാരണക്കാർക്ക് താങ്ങാവുന്ന ചെലവേ വരുന്നുള്ളൂ. ഞാനിവിടെ വരുമ്പോൾ പല തരത്തിലുള്ള രോഗികളെ കണ്ടിരുന്നു. അവരോടൊക്കെ ഷെയർ ചെയ്തപ്പം അവർ പറയുന്നത് എല്ലാം വളരെ കുറഞ്ഞു പോയതായിട്ടാണ് അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് ഇനി ഇടയ്ക്ക് എന്തെങ്കിലും ഒരു സ്വല്പം വിഷമം വന്നാലും ഇവിടെ തന്നെ വന്ന് നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആശ്വാസമാകും. ഉള്ളിൽ മരുന്നൊന്നും കഴിച്ച് നമ്മൾ കൂടുതൽ വേറെ രോഗങ്ങളൊന്നും വരുന്നില്ലല്ലോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ആളുകൾ വേറെ മരുന്നുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് വേറെ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലെന്നുള്ള അനുഭവം അവർ പങ്കുവെച്ചു അല്ലേ? ഞാനിപ്പോൾ ഇത് പറയുന്നത്, ഇവിടെ ഒരുപാട് ഇതുപോലെ വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവർക്കൊക്കെ ഇതൊരു അനുഭവമായിട്ട് മാറും. വേറെ മരുന്നുകളൊന്നും കഴിക്കാതെ ചെറിയ ചിലവിൽ തന്നെ മാറി കിട്ടുവാണെങ്കിൽ അത് ഒത്തിരി നല്ലതാണല്ലോ എന്ന് ഉദ്ദേശിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതുപോലെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.
താങ്ക് യു.